ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവർയം യദാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വൽസാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. അങ്ങനെ ഭഗവാൻ ആ ഗജേന്ദ്രൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭഗവാൻ എന്താണ് ചെയ്തത്? ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വ. ഹസ്തീന്ദ്രം, ആ ഗജേന്ദ്രൻ്റെ, തം എന്ന് പറഞ്ഞാൽ ആ ഗജേന്ദ്രൻ്റെ ഹസ്തപത്മേന ധൃത്വ, ഹസ്തപത്മേന തൻ്റെ ആ ഒരു പത്മകരങ്ങളാൽ, തൻ്റെ ആ താമരപ്പൂ പോലെയുള്ള ആ കൈകളാൽ ഭഗവാൻ ധൃത്വ അങ്ങോട്ട് പിടിച്ചു. ആരെ? ആ ഗജേന്ദ്രനെ അങ്ങോട്ട്, ഗജേന്ദ്രൻ്റെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ചക്രേണ ത്വം, ചക്രേണ തൻ്റെ കയ്യിലുള്ള സുദർശന ചക്രം കൊണ്ട്, ത്വം അങ്ങ്, നക്രവർയം യദാരി, നക്രവർയം, നക്രം എന്ന് പറഞ്ഞാൽ മുതല, നക്രവർയം ആ ശ്രേഷ്ഠനായ മുതലയെ. ഇവിടെ നോക്കൂ, ആ മുതലയെ വിശേഷിപ്പിച്ചത് ശ്രേഷ്ഠനായിട്ടുള്ള മുതല എന്നാണ്. കാരണം എന്താണ് എന്ന് വെച്ചാൽ, ഭഗവത് ഭക്തരുടെ പാദങ്ങളെ ആശ്രയിക്കുന്നത് പോലും ശ്രേഷ്ഠതയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഉത്തമനായ ഒരു ഭക്തനാണിവിടെ ഈ ഗജേന്ദ്രനായി വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഗജേന്ദ്രൻ്റെ പാദങ്ങളെ മുറുക്ക പിടിച്ചതുകൊണ്ട് തന്നെ ഭഗവാൻ തൻ്റെ കൈകൊണ്ട്, തൻ്റെ കയ്യിലെ സുദർശന ചക്രം കൊണ്ട് ആ മുതലയെ, ആ ശ്രേഷ്ഠനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള മുതലയെ, സുകൃതിയായിട്ടുള്ള ആ മുതലയെ വ്യദാരി, കൊന്നു അഥവാ പിളർന്നു, തൻ്റെ ചക്രം കൊണ്ട് അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ, ഏത് പാപം ചെയ്തവനാണെങ്കിലും, എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും, നമ്മൾ ഈ മുതലയുടെ കഥ നമ്മൾ കണ്ടിരുന്നു. ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവൻ്റെ കഥ, ദേവല മഹർഷിയിൽ നിന്നും ശാപം ലഭിച്ച കഥ നമ്മൾ കണ്ടിരുന്നു. അങ്ങനെയുള്ള ആ മുതല, ആ മുതലയ്ക്ക് ഇപ്പോൾ ഇങ്ങനെയൊരു സൽബുദ്ധി തോന്നി. ഭഗവാന്റെ ഭക്തന്റെ പാദങ്ങളെ മുറുക്കെ പിടിക്കണമെന്ന് തോന്നിയപ്പോൾ ഭഗവാൻ ആരെയാണ് പിടിച്ചിരിക്കുന്നത്? ഇപ്പോൾ ആ ഗജേന്ദ്രൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. തൻ്റെ താമരപ്പൂ പോലെയുള്ള കൈകൾ കൊണ്ട് ഭഗവാൻ ആ ഗജേന്ദ്രൻ്റെ കൈകളിൽ മുറുക്കെ പിടിച്ചിട്ട് തൻ്റെ കയ്യിലെ സുദർശന ചക്രം കൊണ്ട് ആ മുതലയെ വധിച്ചപ്പോൾ, ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി, ഗന്ധർവേസ്മിൻ, ഗന്ധർവേ അസ്മിനാണ് ഗന്ധർവേസ്മിൻ, ഗന്ധർവേ, ഗന്ധർവൻ, അസ്മിൻ എന്ന് പറഞ്ഞാൽ ആയിത്തീർന്നു. ആ മുതല തൻ്റെ ശാപത്തിൽ നിന്നൊക്കെ മോക്ഷം നേടിയിട്ട് ആ ഹൂഹു എന്ന് പറയുന്ന ഗന്ധർവനായി വീണ്ടും മാറി. ഭഗവത് ഭക്തരുടെ പാദങ്ങളെ ആശ്രയിച്ചാൽ പോലും തൻ്റെ പാപങ്ങൾക്ക് അറുതി വരുത്താൻ കഴിയുമെന്ന് കാണിച്ചു തരികയാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഭഗവത് ഭക്തർ. ആ ഭക്തരുടെ പാദങ്ങളെ ആശ്രയിക്കുന്നവരെയും ഭഗവാൻ മോക്ഷത്തിലേക്ക് നയിക്കുന്നു. മുക്തശാപേ, ആ ശാപത്തിൽ നിന്നും മുക്തനായി, സഹസ്തി, ഇവിടെ ആ മുതലയ്ക്ക് ശാപത്തിൽ നിന്നും മോക്ഷം കൊടുത്തു കഴിഞ്ഞില്ല. സഹസ്തി, ആ ആനയാകട്ടെ ഭഗവാന്റെ ഭക്തന്റെ പാദങ്ങളെ പിടിക്കുന്നവർക്ക് ഭഗവാൻ മോക്ഷം കൊടുക്കുമെങ്കിൽ
ശാപത്തിൽ നിന്നും മുക്തനാക്കി വിട്ടുവെങ്കിൽ ഭഗവാനെ അവിടുത്തെ ഭക്തരെ അവിടുന്ന് കൈവിടുവോ? വന്നതും ആദ്യം ആ ഗജേന്ദ്രൻ്റെ കൈകളിൽ കൈകളെ തൻ്റെ കൈകളിൽ പിടിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭഗവാൻ പിടിച്ച കരങ്ങൾ ഭഗവാൻ പിന്നെ വിടില്ല. ത്വൽസാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. ത്വൽസാരൂപ്യം, ഭഗവാനെ അവിടുത്തെ ആ സ്വരൂപത്തെ പ്രാപിച്ചു ആ ആന. ദേദീപ്യതേ സ്മ. ദേദീപ്യതേ എന്ന് പറഞ്ഞാൽ ശോഭിച്ചു. അവിടുത്തെ ആ ഒരു രൂപത്തെ പ്രാപിച്ച്, ദിവ്യരൂപം പ്രാപിച്ചുകൊണ്ട് ഭഗവാനെ അവിടുത്തെ ഭക്തനെ അവിടുന്ന് മോക്ഷത്തിലേക്ക് എത്തിച്ചുവല്ലോ. നമുക്കറിയാം, സാലോക്യം, സാമീപ്യം, സാരൂപ്യം, സായുജ്യം, ഇങ്ങനെ 4 ഘട്ടങ്ങളാണ് മോക്ഷത്തിൻ്റേത്. അവിടെ നിന്ന് നോക്കൂ, ഭഗവാനെ സദാ കണ്ടുകൊണ്ടിരുന്നതാണ്. സാലോക്യം, എപ്പോഴും ഭഗവാനെ കണ്ടുകൊണ്ടാണ് ആ അർച്ചനാ പുഷ്പങ്ങൾ സമർപ്പിച്ചത്. സാമീപ്യത്തിനായി കൊതിച്ചു ഭഗവാൻ ഓടി വന്നിട്ട് നേരെ സാരൂപ്യമാണ് കൊടുത്തത്. ഭഗവാന്റെ തന്നെ ആ സ്വരൂപത്തെ അങ്ങോട്ട് കൊടുത്തുകൊണ്ട് ആ ആനയ്ക്ക് മോക്ഷത്തെ കൊടുത്ത ഭഗവാന്റെ, അല്ലയോ ഗുരുവായൂരപ്പ, നിന്തിരുവടിയുടെ കാരുണ്യം പറയാവതല്ല. അതിന് സമയമായപ്പോൾ ഭഗവാൻ ഓടി വന്നു. വേദന, ആ മുതല കടിച്ച വേദനയെല്ലാം മറന്നുകൊണ്ട് ഭഗവാനിങ്കിലേക്ക് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തി, ഭഗവാനെ കൺമുൻപിൽ കണ്ടുകൊണ്ട് ആ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിച്ച ഓരോ താമരപ്പൂവും ഭഗവാൻ 2 കൈകൾ കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് എളുപ്പം ഓടിയെത്തി. തന്നെ ഏത് പ്രകാരത്തിലാണ് തൻ്റെ ഭക്തൻ ധ്യാനിച്ചത് അതേ രൂപത്തിൽ വന്നു. ഗരുഡാരൂഢനായി വന്നിട്ട് തൻ്റെ തന്നെ സ്വരൂപത്തെ തന്നെ നൽകിക്കൊണ്ട് തൻ്റെ അതേ രൂപത്തിലേക്ക് ഉള്ള രൂപമാറ്റം കൊടുത്തുകൊണ്ട് മോക്ഷത്തിലേക്ക് ആ ഗജേന്ദ്രനെ കൈപിടിച്ചുയർത്തി ഭഗവാൻ. ഹരേ കൃഷ്ണ. ഭഗവാനെ ആശ്രയിക്കുന്ന ഭക്തനെ ഭഗവാൻ ഒരിക്കൽ തൻ്റെ കരത്തിൽ ഗ്രഹിച്ചാൽ ഭഗവാൻ പിന്നെ വിടില്ല. ഭഗവാനിങ്കിലേക്ക് എത്തിച്ചേരുന്ന അത് ഏതു വിധത്തിലുള്ള ഭക്തിയുമായിക്കോട്ടെ. നമുക്ക് പല അസുരന്മാർക്കും ഭഗവാൻ തന്നോട് ചേർത്ത് ഭഗവാൻ ആ ഒരു അനുഗ്രഹം കൊടുത്തെങ്കിൽ തന്നെ സദാ സ്മരിച്ചുകൊണ്ടിരുന്നിട്ടാണ്. ശത്രുഭാവത്തിലായിരുന്നാൽ പോലും, വിദ്വേഷഭാവത്തിലായിരുന്നാൽ പോലും, പൂതന മുതൽ ഇങ്ങോട്ട് എത്രയോ അസുരന്മാർക്ക്, ദുഷ്ടന്മാർക്ക് ഭഗവാൻ മോക്ഷത്തെ കൊടുത്തിരിക്കുന്നു. സജ്ജനങ്ങൾക്കും ധാരാളം പേർക്ക് കൊടുത്തിരിക്കുന്നു. അതിലൊന്നാണിപ്പോൾ ഈ ഗജേന്ദ്രൻ്റെ കഥ നമ്മളിപ്പോൾ കാണുന്നത്. തൻ്റെ തന്നെ രൂപത്തെ അങ്ങോട്ട് കൊടുത്ത് സാരൂപ്യ മോക്ഷത്തെ പ്രദാനം ചെയ്തിരിക്കുന്നു കാരുണ്യമൂർത്തിയായ ഗുരുവായൂരപ്പൻ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഹസ്തീന്ദ്രം തം ഹസ്തപത്മേന ധൃത്വാ ചക്രേണ ത്വം നക്രവര്യം വ്യതാരി ഗന്ധർവേസ്മിൻ മുക്തശാപേ സഹസ്തി ത്വൽസാരൂപ്യം പ്രാപ്യതേ ദീപ്യതേ സ്മ. ഇവിടെ ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് എളുപ്പമുള്ള ശ്ലോകം തന്നെയാണ്. വ്യതാരി, അവിടെ വിസർഗമുണ്ട്, ദീർഘവുമുണ്ട്. വ്യതാരി, അവിടെ അത് ശ്രദ്ധിക്കുക. പിന്നെ ഗന്ധർവേസ്മിൻ, അവിടെ എകാരം നീട്ടിയെടുക്കുക. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ ശ്രദ്ധിക്കുവാനായിട്ടുള്ളത്. ഇനി അടുത്തത് 10ാമത്തെ ശ്ലോകമാണ്. ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഗായേത് സോയം ഭൂയസേ ശ്രേയസേ സ്യാൽ ഇത്യുക്ത്വൈനം തേന സാർത്ഥം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രഗേയോ. ഏതദ്വൃത്തം, ഏതത് വൃത്തം, ഏതത് യാതൊന്ന്, വൃത്തം എന്ന് പറഞ്ഞാൽ കഥ, യാതൊരു കഥയാണോ, ത്വാം ച നിന്നെയും,
മാം ച എന്നെയും, പ്രഗേയോ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ, പ്രഗേയഃ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രഗേയോ. പ്രഗേ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിൽ, യഹ യാതൊരാൾ. അപ്പോൾ യാതൊരാളാണോ ഈ ഒരു കഥ, എന്നെയും നിന്നെയും കുറിച്ചുള്ള ഈ കഥ, ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം നോക്കണേ. ഭഗവാൻ പറയുകയാണ് ഗജേന്ദ്രനോട്, എന്നെയും നിന്നെയും കുറിച്ചുള്ള ഈ കഥ യാതൊരാളാണോ പ്രഭാതത്തിൽ ഗായേത് പ്രകീർത്തിക്കുന്നത്, സോയം സഹ അയം അയാൾ, ഭൂയസേ ശ്രേയസേ സ്യാത് ഭൂയസേ ആയിത്തീരും. എന്ത്? ശ്രേയസേ സ്യാത് ശ്രേയസ്സുള്ളവനായിട്ട്, സർവോത്കൃഷ്ടമായിട്ടുള്ള ശ്രേയസ്സുള്ളവനായിത്തീരും. ഇത്യുക്ത്വൈനം, ഇതി ഉക്ത്വ ഏനം ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഇത്യുക്ത്വൈനം. ഇതി എന്ന, ഏനം ഏനം എന്ന്, ഇതി ഉക്ത്വ ഉക്ത്വ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട്, ഏനം ഏനം എന്ന് പറഞ്ഞാൽ ആ ഗജേന്ദ്രനോട് ഭഗവാൻ ഇത്രയും കൂടി ഒരു അനുഗ്രഹം കൊടുത്തു. എന്നെയും നിന്നെയും കുറിച്ചുള്ള ഈ കഥ, ഈ ഗജേന്ദ്രമോക്ഷം യാതൊരാളാണോ പ്രഭാതത്തിൽ സ്തുതിക്കുന്നത്, പാരായണം ചെയ്യുന്നത്, അവന് സാർത്ഥം, തേന സാർത്ഥം. സാർത്ഥം എന്ന് പറഞ്ഞാൽ അവനോടുകൂടി, അതായത് ഈ ഗജേന്ദ്രനോടുകൂടി. അപ്പോൾ യാതൊരാളാണോ നിന്നെയും കുറിച്ചുള്ള ഈ ഒരു കഥ രാവിലെ പാരായണം ചെയ്യുന്ന അവന് സർവോത്കൃഷ്ടമായിട്ടുള്ള ശ്രേയസ്സുള്ളവനായി തീരും എന്ന ഒരു അനുഗ്രഹവും കൂടി ഭഗവാൻ തൻ്റെ ഭക്തർക്കായിക്കൊണ്ട് പറഞ്ഞു വെച്ചു. അതായത് അത്രമാത്രം ഗജേന്ദ്ര, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, എന്നെയും നിന്നെയും കുറിച്ചുള്ള ഈ കഥ ആർക്കെങ്കിലും അങ്ങനെ പാരായണം ചെയ്യണമെന്ന് തോന്നണമെങ്കിൽ അവന് എന്നിൽ ഉത്തമ ഭക്തിയുള്ളവനാകണം. അപ്പോൾ അങ്ങനെയുള്ളവന് ഉത്കൃഷ്ടമായിട്ടുള്ള ശ്രേയസ്സിനെ ഞാൻ നൽകും എന്ന് പറഞ്ഞിട്ട് ആ ഗജേന്ദ്രനോടുകൂടി, തേനസാർത്ഥം ആ ഗജേന്ദ്രനോടുകൂടി, ഗതസ്ത്വം, ഗതഃ ത്വം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് ഗതസ്ത്വം. ഗതഃ എന്ന് പറഞ്ഞാൽ പോയി, ത്വം അങ്ങ്, അല്ലയോ ഭഗവാനെ അവിടുന്ന് പോയി. ധിഷ്ണ്യം വിഷ്ണു പാഹി വാതാലയേശ. ധിഷ്ണ്യം എന്ന് പറഞ്ഞാൽ തൻ്റെ ധാമത്തിലേക്ക് ഭഗവാൻ വൈകുണ്ഠലോകത്തിലേക്ക് പോയി ആ ഗജേന്ദ്രനെയും കൂട്ടിക്കൊണ്ട്. വിഷ്ണു അല്ലയോ ശ്രീ മഹാവിഷ്ണു ഭഗവാനെ അവിടുന്ന് പോയിയല്ലോ. പാഹി വാതാലയേശ, പാഹി രക്ഷിക്കണമേ, വാതാലയേശ അല്ലയോ ഗുരുവായൂരപ്പ ഞങ്ങളെയും എന്നെയും അവിടുന്ന് രക്ഷിക്കണമേ എന്നിവിടെ മേൽപ്പത്തൂർ ശ്രീ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ഇത് പറയുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ, നമ്മളുമൊക്കെ ഈ ദുഃഖങ്ങളുടെയും കഷ്ടതകളുടെയും മുതലയുടെ വായിൽപ്പെട്ട് കിടക്കുന്ന നമ്മളെയും ഒക്കെയും രക്ഷിക്കണമേ ഭഗവാനെ എന്ന് നമുക്കുമൊക്കെ പ്രാർത്ഥിക്കാം. ഭഗവാൻ അനുഗ്രഹിച്ച ഈ ഒരു കഥയെ പാരായണം ചെയ്യുന്നതിന് നമുക്കുമൊക്കെ സൽബുദ്ധി തോന്നിപ്പിച്ചു തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രഗേയോ ഹസ്തി ഗായേൽ സോയം ഭൂയസേ ശ്രേയസേ സ്യാൽ ഇത്യുക്ത്വൈനം തേന സാർത്ഥം ഗതസ്ത്വം ധിഷ്ണ്യം വിഷ്ണോ പാഹി വാതാലയേശ. ഈ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതദ്വൃത്തം, ദുവൃത്തം, അവിടെ ഏതത് വൃത്തമാണ്, പദം പിരിക്കേണ്ട. ഏതദ്വൃത്തം, ദുർ എന്നുള്ളത് കഴിയുന്നതും അങ്ങനെ തന്നെ വായിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഏതത് വൃത്തം എന്ന് വായിക്കുക. തെറ്റ് വായിക്കുന്നതിലും നല്ലത് ചെറിയ പദങ്ങൾ പിരിച്ചു വായിച്ചാലും തെറ്റുകൾ വായിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഏതത് വൃത്തം എന്ന് ആക്കി വായിച്ചാലും തെറ്റ് വായിക്കണ്ട എന്ന്
പറയുന്നത്. തന്നെയുമല്ല, വാക്കുകൾ വായിക്കാൻ ബുദ്ധിമുട്ടാവുമ്പോൾ നമുക്ക് വായിക്കുവാനൊരു മടിയുണ്ടാകും. ഞാൻ വായിച്ചാൽ തെറ്റിപ്പോകുമോ എന്നുള്ളൊരു ഭയം വേണ്ട. നമുക്ക് എന്തു പറ്റുമോ അത് ഭഗവാന് സമർപ്പിക്കുക. ഇവിടെ ആ ഒരു താമരപ്പൊയ്കയിൽ നിന്ന ഗജേന്ദ്രന് ചുറ്റിനും താമരപ്പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത്. ശരി, അവിടെ നിന്ന് അത് സമർപ്പിച്ചുകൊള്ളൂ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്. അപ്പോൾ നമ്മളുടെ ഭാവമാണ് പ്രധാനം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇതുപോലെ ചെറിയ പദങ്ങളാക്കി പിരിച്ച് വായിക്കുന്നതിൽ തെറ്റില്ല തുടക്കക്കാർക്ക്. പക്ഷേ കാലം കൊണ്ട് അത് നമ്മുടെ പരിശീലനം കൊണ്ട് മാറ്റിയെടുക്കാവുന്നതാണ് എന്നുകൂടി അറിയുക. ഭഗവാൻ തുടക്കക്കാരാണ്, എന്നാലും നമ്മൾ വായിക്കുമ്പോൾ തെറ്റ് വരാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ വായിച്ചാലും ഭഗവാൻ അത് സ്വീകരിക്കും. ഭഗവാനെ അവിടുത്തെ സ്മരിക്കുവാൻ, അവിടുത്തെ ഈ ഒരു പ്രകരണം, ഈ ഒരു കഥ നമ്മൾ പാരായണം ചെയ്യുന്നതിന് നമുക്കൊരു സൽബുദ്ധി ഭഗവാൻ തോന്നിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഭാഗത്തു നിന്നും കൂടി ഒരു ശ്രമം ആവശ്യമാണ്. അങ്ങനെ ആ ഒരു ശ്രമം ഉണ്ടായാൽ തീർച്ചയായും ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും, ഭഗവാൻ സംപ്രീതനാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് മാത്രം പറഞ്ഞിരിക്കുകയാണ്, തുടക്കക്കാർക്ക് ഏതത് വൃത്തം എന്ന് വായിച്ചാലും കുഴപ്പമില്ല. നമുക്കറിയാം, തുടക്കത്തിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ അച്ഛ അമ്മ എന്നൊക്കെ വിളിക്കുന്നത് അവർ മുഴുവൻ ശരിയായിട്ടൊന്നും ആവില്ല. ചിലപ്പോൾ ആ വരിക കൂടിയില്ല, മാ മാത്രമേ വരൂ. എന്നിരുന്നാലും ഒരമ്മയുടെ ഉള്ളിൽ, ഒരച്ഛൻ്റെ ഉള്ളിൽ അത് എത്രമാത്രം സന്തോഷത്തെ പകരുമോ. ഇതേപോലെയാണ് നമ്മളിൽ നിന്ന് ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ വന്നാലും ഭഗവാൻ പൊറുക്കും, ഭഗവാൻ സ്വീകരിക്കുകയും ചെയ്യും. ആ ഒരു ശ്രമം, അമ്മ എന്ന് മുഴുവൻ പറയുവാൻ അറിയാൻ വയ്യാതെ ഒരു കുട്ടി ഇനി ഞാൻ അത് മുഴുവൻ എപ്പോൾ വരുന്നോ അപ്പോഴേ പറയൂ എന്ന് വിചാരിച്ചിരിക്കാതെ മാ എന്നാണെങ്കിലും പറഞ്ഞു തുടങ്ങുന്നിടത്ത് നിന്ന് അതിൻ്റെ പരിപൂർണതയിലേക്ക്, അമ്മ എന്ന് വിളിക്കാനുള്ള ഒരു പൂർണ്ണതയിലേക്ക് അത് എത്തിച്ചേരുന്നത് പോലെ നമ്മളെ കൊണ്ടാവും പോലെ പറയുക, ചെയ്യുക. നമ്മുടെ ഒരു ശ്രമം ഉണ്ടാവട്ടെ, ബാക്കി ഭഗവാൻ അത് പൂർണ്ണതയിൽ എത്തിച്ചു തരുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഏതദ്വൃത്തം ത്വാം ച മാം ച പ്രകേയോ. അടുത്തത് ഗായേൽ സോയം. ഗായേത സഹ അയമാണ്, പദം പിരിക്കണ്ട, ഓകാരം നീട്ടിയെടുക്കുക. ഗായേൽ സോയം അവിടെ നീട്ടിയെടുക്കുക. പിന്നെ അടുത്തത് ഇത്യുക്ത്വൈനം. അവിടെയും ഇത്യുക്ത്വ, ഇതി ഉക്ത്വ, ഏനം 3 വാക്കുകളുണ്ട്. പദം പിരിക്കാതെ കഴിയുന്നതും അത് ഇത്യുക്ത്വൈനം അങ്ങനെ തന്നെ വായിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് ഗജേന്ദ്രമോക്ഷം എന്ന നമ്മളുടെയൊക്കെ കഥ, ആനയുടെ രൂപത്തിൽ സ്വന്തം കഴിവിൽ മതിച്ചു നടക്കുന്ന നമ്മുടെയൊക്കെ കഥ, ഇവിടെ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ തെറ്റുകൾ ഏറ്റുപറയും പോലെ, നമ്മുടെ ഉള്ളിലെ തെറ്റുകളെ തിരിച്ചറിയുന്നത് പോലെ നമ്മളെ കൊണ്ട് ഇതൊന്ന് അർത്ഥവിചാരം ചെയ്യിച്ച് ഭഗവാൻ ഒന്ന് പാരായണം ചെയ്യുന്നതിന്, ഭഗവാന്റെ ഈ ഒരു കഥ, ഈ ഒരു മഹത്വത്തെ, മഹാത്മ്യത്തെ ഒന്ന് സ്തുതിക്കുന്നതിന് ഒരവസരം തന്നു. ഇനി അത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാനുള്ള സമയമാണ്. ഈ ശ്ലോകത്തിൻ്റെ, ഈ ദശകത്തിൻ്റെ അവസാനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഹരി ഗോവിന്ദ എന്ന് പറഞ്ഞതിന് ശേഷം നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ, ശ്രീ ഗുരുവായൂരപ്പാ ശരണം എന്ന 2 സ്തുതികൾ കൂടിയുണ്ട്. ഇവിടെ ഈ ഗജേന്ദ്രൻ ഓരോ താമരപ്പൂവും ഭഗവത് പാദങ്ങളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അർച്ചിച്ചത് നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒരു ചെറിയൊരു സ്തോത്രത്തെ, സ്തുതിയെ നമുക്കും ഇവിടെ ആലപിക്കാവുന്നതാണ്, പാരായണം ചെയ്ത് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി ഓർക്കുക. ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ ഇത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് സമർപ്പിക്കാം. ഹരേ കൃഷ്ണ.